എൻ്റെ പേര് ഡോക്ടർ മഞ്ജു. ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വിദ്യാലയ ജീവിതം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായിരിക്കുന്നു. 10 വർഷത്തെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് 10ാം വർഷം നമ്മൾ പഠിച്ചത് എന്തൊക്കെ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ SSLC പരീക്ഷ. അറിവുകളിലൂടെ, അനുഭവങ്ങളിലൂടെ നിങ്ങൾ സ്വായത്തമാക്കിയതെല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയായി ഇത് മാറുകയാണ്. അതുമാത്രമല്ല, കയ്യിലൊരു തെളിവായി SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാകുന്നു. 8-9 ക്ലാസ്സുകളിൽ നിങ്ങളുടെ പഠനം ചെറിയ തോതിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ പഠന വിടവൊക്കെ നികത്തിക്കൊണ്ടാണ് നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മളുടെ പാഠവിഷയങ്ങളെ പരീക്ഷ എഴുതുന്ന സമയത്ത് 2 വിഭാഗങ്ങളിലായി തിരിച്ചിരുന്നു. ഫോക്കസ് ഏരിയ എന്നും നോൺ ഫോക്കസ് ഏരിയ എന്നും 2 വിഭാഗങ്ങളിലായി തിരിച്ചുകൊണ്ടാണ് പരീക്ഷ നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം എല്ലാ പാഠഭാഗങ്ങളും ഒരുപോലെ പഠിച്ച് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകേണ്ടതാണ്. അതിനായി വളരെയധികം പരിശ്രമം ആവശ്യമാണ്. കാരണം എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും അത് കൃത്യതയോടെ എഴുതി ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പരീക്ഷാ സമയം അടുത്തു വരികയാണ്. അതിനാൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഏറ്റവും ആവശ്യവുമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് മലയാളം എന്നറിയാം. കാരണം വളരെ ലളിതമായും സുന്ദരമായും പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനും അത് എഴുതി പൂർത്തിയാക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുമെന്നതാണ് അതിന് കാരണം. പക്ഷേ ഒരു തയ്യാറെടുപ്പ് അതിന് കൃത്യമായി ആവശ്യമാണ്. നമ്മുടെ മലയാളം പരീക്ഷ 1.5 മണിക്കൂറിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1.5 മണിക്കൂർ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 1/4 മണിക്കൂർ നമ്മൾക്ക് സമാശ്വാസ സമയമായി ലഭിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് ലഭിക്കുന്ന ഈ സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്താനായി നിങ്ങൾക്ക് കഴിയണം. ഏതേത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെന്ന് ആ 15 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ചിട്ടപ്പെടുത്തി വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ടവ, അതിൻ്റെ ഉത്തരം ഏതെന്ന് കണ്ടെത്തുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ മലയാളം പരീക്ഷയ്ക്ക് 4 വിഭാഗത്തിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. 1, ഒറ്റ മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അത് 5 ചോദ്യങ്ങളായിരിക്കും തരിക. അതിൽ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിൽ 2 മാർക്കിന് ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളാണ്. അതിന് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാകും. 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഉത്തരം എഴുതണം. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതിൽ 6 ചോദ്യങ്ങൾ തന്ന് 5 മാർക്കിന് ഉത്തരം എഴുതാൻ നിങ്ങൾ തയ്യാറാവണം. ഏറ്റവും അവസാന വിഭാഗം 4ാമത്തെ വിഭാഗത്തിൽ 3 ചോദ്യങ്ങൾ, അതായത് 6 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ആ 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. 1 ചോദ്യത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. മൊത്തം 17 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. 21 ചോദ്യങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കും. 4 വിഭാഗത്തിലും ഓരോ ചോദ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം കൃത്യമായി സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് എഴുതിയാൽ മാത്രമേ നമ്മുടെ മലയാളം ചോദ്യപേപ്പർ പൂർണ്ണമായി എഴുതി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. മലയാളം അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് 3 യൂണിറ്റുകളാണ് ഉള്ളത്. ആദ്യത്തെ യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. അതിന് പ്രവേശകമായി തന്നിരിക്കുന്ന പാഠഭാഗത്തെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കണം. കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ്. മറ്റു 3 പാഠങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ പാഠം പ്ലാവിലക്കഞ്ഞി എന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ പാഠമാണ്. രണ്ടിടങ്ങഴി എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി കാണും. അതിൻ്റെ വായന കൃത്യമാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഭാഷാപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ പ്രാദേശിക ഭേദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും എല്ലാം അതിൽ നിന്ന് വരാവുന്നതാണ്. അടുത്ത പാഠം ഓരോ വിളിയും കാത്ത് എന്ന UK കുമാരൻ്റെ പാഠമാണ്. വരികൾക്കിടയിലൂടെയുള്ള വായന ആ കഥയിലും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്.
മൂന്നാമത്തെ ഏറ്റവും മനോഹരമായ റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു കവിത അമ്മത്തൊട്ടി. ഈ 3 പാഠങ്ങളും ചേർന്നതാണ് ജീവിതം പടർത്തുന്ന വേരുകൾ. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. മനോഹരമായ ഒരു തലക്കെട്ടോടു കൂടി തന്നെയാണ് അത് തുടങ്ങുന്നത്. നിലാവ് പെയ്യുന്ന നാട്ടുവഴികളിലെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് അതിലെ പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ആദ്യത്തെ പാഠം കൊച്ചു ചക്കരച്ചി എന്ന മനോഹരമായ ഒരു അനുഭവ ലേഖനമാണ്. അത് AP ഉദയഭാനുവാണ് എഴുതിയിട്ടുള്ളത്. കൊച്ചു ചക്കരച്ചി എന്ന മാവിനെ കുറിച്ചും ആ മാവ് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കരുതുന്നതിനെ കുറിച്ചുമൊക്കെ മനോഹരമായി ആ പാഠഭാഗത്ത് വർണ്ണിച്ചിട്ടുണ്ട്. അടുത്ത പാഠം ഓണമുറ്റത്ത് എന്ന കവിതയാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോനെ എല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രകൃതി സുന്ദരമായ ഈ കവിതയും മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ഓണമുറ്റത്ത് എന്ന കവിതയിൽ മാവേലി മന്നനെ വരവേൽക്കാനായി പ്രകൃതിയും മനുഷ്യരും എങ്ങനെയൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നു. കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ വരികൾ തന്നുകൊണ്ട് ആസ്വാദനാംശത്തെക്കുറിച്ചും ഔചിത്യത്തെക്കുറിച്ചും അതിൻ്റെ ചമൽക്കാര ഭംഗിയെക്കുറിച്ചും ഒക്കെ ചോദിക്കാവുന്നതാണ്. ആശയം കൃത്യമാക്കി മനസ്സിലാക്കി അതിൻ്റെ സദൃശ്യ കൽപ്പനകളെക്കുറിച്ചും മനസ്സിലാക്കി കൊണ്ടുവേണം അതിന് ഉത്തരമെഴുതുന്നതിന്. അടുത്തത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ മനോഹരമായ ഒരു കഥ, ഹാസ്യാത്മകമായ ഒരു കഥ കൂടിയാണ് കോഴിയും കിഴവിയും. വായിക്കും തോറും ഊറിക്കൂടി വരുന്ന നർമ്മരസം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു കോഴി വരുത്തി വെച്ച വിനയെക്കുറിച്ചാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. അതിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ സൂചനകൾ ധാരാളമായി കാണാം. ആ പാഠം വായിച്ച് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പ്രത്യേകം മനസ്സിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. അടുത്ത പാഠം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം. അദ്ദേഹം മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും എപ്രകാരമാണ് വ്യത്യസ്തനായിരിക്കുന്നത്, അദ്ദേഹം അധകൃത ഉദ്ധാരണത്തിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്, ഒരു സാർവലൗകികത്വം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഗഹനമായി ചിന്തിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് ആ പാഠം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ്. ഈ യൂണിറ്റിലും 3 പാഠങ്ങൾ തന്നെയാണ് ഉള്ളത്. ആദ്യത്തെ പാഠം സുകുമാർ അഴീക്കോടിൻ്റെ പത്രനീതിയാണ്. പത്രങ്ങൾ പാലിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം വ്യതിചലിക്കുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി തരുന്നതിന് ആ പാഠത്തിന് സാധിക്കുന്നുണ്ട്. ഒരു ധൂമപാനം പോലെ നമ്മുടെ മനസ്സിലേക്ക് പത്രം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതിലെ സത്യം എന്ത്, അതിലെ തെറ്റെന്ത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രേരണ കൂടി ആ പാഠം നമുക്ക് നൽകുന്നുണ്ട്. അടുത്ത പാഠം പണയം എന്ന കഥയാണ്. സന്തോഷ് കുമാറാണ് അത് എഴുതിയിരിക്കുന്നത്. മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പാഠമാണ് പണയം. ഒരു റേഡിയോ പണയം വയ്ക്കുന്ന ചാക്കുണ്ണിയെയും അത് പണയമായി എടുക്കുന്ന ചെമ്പുമത്തായിയെയും അവതരിപ്പിച്ചുകൊണ്ട് കലയ്ക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം, റേഡിയോ ചെലുത്തുന്ന സ്വാധീനം, ഇന്ന് മറ്റു മാധ്യമങ്ങൾ നമ്മിൽ ചെലുത്തുന്ന സ്വാധീനം, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഈ പാഠം സഹായകമാകുന്നുണ്ട്. ഏറ്റവും അവസാന പാഠം അമ്മയുടെ എഴുത്തുകൾ എന്ന വി മധുസൂദനൻ നായരുടെ ഒരു കവിതയാണ്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിൽ അമ്മയുടെ എഴുത്തുകളെയൊക്കെ ഭദ്രമാക്കി എവിടെയെങ്കിലും ചായുപ്പിൽ ഒളിപ്പിച്ചു വെക്കാം എന്ന് പറയുന്ന പുതിയ തലമുറയുടെ ഒരു രീതിയെക്കുറിച്ച് നമുക്ക് കാണാനാകും. പഴയതും പുതിയതുമായ തലമുറ, അവരുടെ വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ചില വ്യക്തികൾ, ഇവരെയൊക്കെ കാണിച്ചു തരുന്നതിന് ആ പാഠത്തിലൂടെ സാധിക്കുന്നു. അമ്മ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, ആ ഒരു യാഥാർത്ഥ്യം, ഇന്ന് അമ്മ എങ്ങനെ, പണ്ട് അമ്മ എങ്ങനെ, അമ്മ എഴുതുന്ന കത്തുകളിലുള്ള സാരാംശങ്ങളും ഉപദേശങ്ങളും മരുന്നുകുറിപ്പുകളും നാട്ടുത്സവങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. ഈ കവിത വായിച്ചു തീർന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അമ്മ എന്നത് മലയാളമായും മാതൃഭാഷയായും പരിണമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മറ്റു ഭാഷകളെ സ്നേഹിക്കുകയും ലാളിക്കുകയും താലോലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ സ്ഥിതി എന്താണ്? അത് എവിടെ നിൽക്കുന്നു? തായ്മൊഴി തന്നെ ഈണമെങ്ങനെ? നാളെ ഈ മക്കൾ നമ്മുടെ അമ്മ ആരെന്ന് ചോദിക്കുമോ? ഞാൻ വന്ന് പിറന്നത് എങ്ങനെയെന്ന് ചോദിക്കുമോ എന്നൊക്കെ കവി ആശങ്കപ്പെടുന്നുണ്ട്.
ഈ ആശങ്കയ്ക്ക് അവസരമില്ലാതാക്കിക്കൊണ്ട് മാതൃഭാഷയെ സ്നേഹിക്കാൻ നാം തയ്യാറാവണം എന്നുകൂടി ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. പാഠഭാഗങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ചെറിയൊരു ചർച്ച നടത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ചോദ്യവും എത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു 9 മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യത്തിന് 15 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റ് 1 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 എണ്ണത്തിനും കൂടി 5 മിനിറ്റ് വീതവും മറ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു 5 മിനിറ്റ് വീതവും നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ കൃത്യമായി സമയനിഷ്ഠയോടുകൂടി പരീക്ഷ എഴുതിയെങ്കിൽ മാത്രമേ മലയാളം പരീക്ഷയ്ക്ക് നല്ല വിജയശതമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും മൈ റേഡിയോ 90 FM എൻ്റെയും വിജയാശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.